ഹലോ ഫ്രണ്ട്സ്, മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ദേ ഇവളിവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടല്ലോ മുത്തശ്ശി. അവൾ എന്ത് ചെയ്യാനാടാ? നിൻ്റെ അനിയൻ തന്നെയല്ലേ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പം എങ്ങനെ ഇവളെ തിരിച്ചു കൊണ്ടുവന്നത്? അപ്പോൾ മനു പറയാണ്, മുത്തശ്ശി ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹരിയല്ല മനഃപൂർവ്വം ചെയ്തതാണ്. സാരയില്ല പോട്ടെ. പക്ഷേ ഇവളും ആൾ മോശക്കാരിയൊന്നും അല്ല കേട്ടോ. എന്താടാ അങ്ങനെ പറഞ്ഞത്? കണ്ടില്ലേ നിൽക്കണം നിപ്പ്. അവർ കള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ അവളങ്ങ് സമ്മതിച്ചു കൊടുത്തു. എന്നിട്ട് മോഷ്ടിച്ച പൈസയാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോൾ പെട്ടെന്ന് അലീനയ്ക്ക് സങ്കടം വന്നിട്ട് കരഞ്ഞിട്ട്, മനുവേട്ടാ എല്ലാവരും കൂടെ എന്നെ കള്ളിയാണെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യുക? സാരമില്ല പോട്ടെ. ഇനി വീണ്ടും നീ കരയണ്ട കേട്ടോ. നീ ഒരു കാര്യം ചെയ്. ഇനി എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ശരി. ഇനി ഇങ്ങനെയൊന്നും ഓരോന്നും പറഞ്ഞ് അങ്ങനെ സമ്മതിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പോയി എനിക്കൊരു ചായ എടുത്തിട്ട് വാന്ന് പറയാം. അങ്ങനെ അലീന ചിരിച്ച മുഖത്തോടു കൂടി ചായ എടുക്കാൻ പോകുമ്പോൾ വീണ്ടും ചോദിക്കണം, മനുവേട്ട കാപ്പി എടുക്കട്ടെ? കഴിക്കാനുണ്ടെങ്കിൽ അതോടെ നീ എടുത്തോ. അങ്ങനെ അതൊക്കെ എടുക്കാനായിട്ട് അലീന അകത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശി പറഞ്ഞോണ്ട്, നീ ഇനി വാടാ, ഇവിടെ വന്നിരിക്കുക, എനിക്കൊന്ന് സംസാരിക്കണം. എന്നിട്ട് മനുവിനോട് പറയാണ്, എടാ പാവടാ കൊച്ച്, എന്തെല്ലാം സഹിച്ചു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടാണ്ട കാര്യമുണ്ടോ? അവൾ ഇന്നാളൊരു ദിവസം പറയുമല്ലേ എന്നോട്, ഈ വീട്ടിലുള്ള എല്ലാവരും അവൾ സ്വന്തക്കാരായിട്ടാണ് കാണുന്നതെന്ന്. അവളെ സ്വന്തം അമ്മ, അച്ഛൻ, മുത്തശ്ശി ഒക്കെ അങ്ങനെ കാണുന്ന ആ കൊച്ചിനെ ഇങ്ങനെ നമ്മളെ ചതിക്കാൻ പറ്റുമോ? ഇല്ല മുത്തശ്ശി, അവൾ വളർന്ന സാഹചര്യം എനിക്കറിയാം. അവൾ നല്ലൊരു മമ്മിയാണ് അവളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും വരാൻ വഴിയില്ല. നല്ല കുട്ടിയാണ് അവൾ. പക്ഷേ സ്നേഹം കൊടുത്താലേ അവൾ ജീവനെ പോലെ എല്ലാവരും തിരിച്ച് സ്നേഹിക്കും. ഇച്ചിരി സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. സ്നേഹം കിട്ടാത്തവർക്കേ മുത്തശ്ശി അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. അതാ. ശരിയാടാ മോളെ, പാവം, അങ്ങനെയാടാ എന്നൊക്കെ ഇങ്ങനെ മനുവിനോട് പറയാട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, പിന്നെ ഇപ്പോഴത്തെ കാര്യമൊന്നും നോക്കണ്ട, ഇപ്പം ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഇനിയിപ്പോൾ ആൻറ്റിക്ക് ഇത് വല്ലാത്ത ഷോക്കായി പോവും. ആൻറ്റി പറഞ്ഞു വിടാൻ നിന്നത് ഞാൻ വീണ്ടും ഇതിനകത്ത് പിടിച്ച് നിർത്തുന്നല്ലേ. ആ ദേഷ്യം ഒത്തിരി ഇനിയിപ്പോൾ അലീനോട് കാണിക്കും. ഇതിനൊക്കെ സപ്പോർട്ട് കൊടുക്കേണ്ട മുത്തശ്ശിയാണ്, കേട്ടല്ലോ. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്തേക്കാടാന്ന് പറയാട്ടോ. അങ്ങനെ കാപ്പി കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ ബാലചന്ദ്രനുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട് നമ്മളെ മനു, ഈ ആൻറ്റി എന്താ നിങ്ങളെ ഇങ്ങനെ ആയിപ്പോയത്? കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ഒരാളല്ലേ. പിന്നെ പുറത്തെവിടെയൊക്കെ പോയി പഠിച്ച ഒരാൾ കൂടെ ഇല്ലേ ആൻറ്റി? പിന്നെ എന്നിട്ട് എന്താ ഇങ്ങനെ ചുരുങ്ങിയ മനസ്സോടുകൂടി ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാനും വേറൊരാളെ കുറ്റപ്പെടുത്താനും ഒക്കെ ആൻറ്റിക്ക് എങ്ങനെയാണ് കഴിയണമെന്ന് ചോദിക്കാം കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതേടാ ഞാനും ആലോചിക്കാറുണ്ട്. അവൾ ആഗ്രയിലൊക്കെ പോയി പഠിച്ചതാ. പിന്നെ അവിടെ ഒരു ടീച്ചറായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവളുടെ സ്വഭാവം ഇങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വൈജയന്തി ടെൻഷനായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പോക്കുക അറിയാമല്ലോ. ഈ വീട്ടിൽ ആർക്കും അവൾ സമാധാനം തരില്ല. എനിക്കൊക്കെ വല്ല ഡിപ്രഷനോ വല്ലതും വന്നാൽ ആരും അറിയുമല്ലോ ഇല്ല. ഞാനത് മനസ്സിൽ കൊണ്ട് കിടക്കും. അതാ എൻ്റെ സ്വഭാവം. അപ്പോൾ മനു പറയുന്നുണ്ട്, സാരമില്ല, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അങ്കിൾ ഇടപെട്ടോണം കേട്ടോ. ഇപ്പോൾ അങ്കിളിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എടാ ഞാൻ ഇടപെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പരിധി കൂടുതൽ എനിക്കതിന് ഇടപെടാൻ പറ്റുമോ? വൈജയുടെ സ്വഭാവം നിനക്കറിയില്ലേ. പിന്നെ വേറെ വല്ല സംശയത്തിന് ഇടവരുത്തും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം. അത് പറഞ്ഞേക്കാം. അപ്പോഴാണ് അലീന ഫുഡൊക്കെ വിളമ്പുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രനും അതുപോലെ നമ്മുടെ മനുവും ചോദിക്കുന്നുണ്ട്, നീ കഴിച്ചോന്ന്? ഇല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ചൊന്ന് കഴിക്കാം. പക്ഷേ അലീന മടിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ. അങ്ങനെ എല്ലാവരുടെ ഒപ്പത്തിലിരുത്തി തന്നെ അലീന ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കുക. കൂടെ മനു തന്നെയാണ് ചമ്മന്തിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ. അത് കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് നല്ല സന്തോഷവും ഉള്ളിൽ സങ്കടവും ഒക്കെ വരണുണ്ട്. അങ്ങനെ അവരവിടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വൈജയന്തി ബാങ്കിലേക്ക് പോകുന്ന വഴി തന്നെ കമല വിളിക്കുന്നുണ്ട്, അതെ വൈജയ്, രാവിലെ ഇവിടുന്ന് മനുവും ഹരിയും കൂടെ അങ്ങോട്ട് വന്നല്ലോ. അവരവിടെ എത്തിയില്ലേ? തിരിച്ചു ദൂരം കണ്ടില്ല, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം. അപ്പോഴാണ് വൈജ പറയണം, നീയൊന്നും അറിഞ്ഞില്ലല്ലേ, ഇവിടെ മറ്റവളെ ഞാനിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നിന്നതല്ലേ. അപ്പോഴാണ് മനുവിൻ്റെ വരവ്. പിന്നെ നിൻ്റെ മോനില്ലേ ഇളയവൻ, ആ ഹരി, അവനും ഇവിടെ അലീനയായിട്ടൊക്കെ എന്തോ ബന്ധമുണ്ടെന്നോ കൊടുക്കൽ വാങ്ങലുണ്ടോ, അവൻ സ്വർണ്ണമോതിരം വാങ്ങിച്ചു കൊടുത്തുന്നോ, അവൻ പണം കൊടുത്തുന്നോ, എന്തൊക്കെയോ തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ ഇവിടെ ഞങ്ങൾ അറിഞ്ഞു. അത് ഞങ്ങൾ പിടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചത്. അങ്ങനൊരു സംഭവം ഉണ്ടായോ? എന്താ നീ പറയണത്? നിങ്ങൾക്ക് അവളെ എന്തിനാ ഇനി അവളെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? പറഞ്ഞു വിട്ടൂടെ വൈജയ്? അതെ, ഞാൻ പറഞ്ഞു വിടാനാണ് പോയത്. അപ്പോഴാണ് രാവിലെ മനു വന്ന് ഹരിയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് സത്യാവസ്ഥ എന്താണെന്ന് തെളിഞ്ഞ് അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും അവൻ 2 അടി കൊടുത്തവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുകയും ഒക്കെ ചെയ്തു രാവിലെ. അങ്ങനെ അവൻ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഹരി. എന്നിട്ടിപ്പോൾ എന്തായി? എന്താവൻ? അവളിപ്പോൾ നിരപരാധി. അതെങ്ങനെ നിരപരാധിയാവും? എൻ്റെ മോനെ കള്ളനാക്കിയിട്ട് അവളെ അങ്ങ് സത്യസന്ധയാക്കാനോ? അല്ലെങ്കിൽ തന്നെ അവനല്ലെങ്കിൽ ചിന്തിച്ചൂടെ കമലേട്ടത്തി, അവൻ്റെ കൂടപ്പിറപ്പിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അവന് കൂടപ്പിറപ്പിനെ തള്ളി പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഈ പോക്ക് പോണെങ്കിലേ പ്രശ്നം വേറെ എന്തെങ്കിലുമൊക്കെ ചെന്ന് എത്തും. അവൾ ആളാരാന്നറിയോ എന്നൊക്കെ പറഞ്ഞ് ഇരികേറ്റി കൊടുക്കുക കേട്ടോ കമലയുടെ മനസ്സിൽ.
അപ്പോൾ കമല പറയാം അല്ലെങ്കിൽ തന്നെ അവന് നമ്മൾ വേറൊരു കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുക. അത് വൈജിക്ക് അറിയാമല്ലോ, പിന്നെ എനിക്കറിയരുതോ? നല്ല കുട്ടിയല്ലേ, അത് എത്രയും വേഗം നടത്തി കൊടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇവൻ വേറെ എന്തെങ്കിലും ബന്ധത്തിൽ പോയി ചാടും, അത് ഉറപ്പാ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴാണ് മനു കയറി വരുന്നത്. വന്ന പാടെ കമല അങ്ങോട്ട് ചാട്ടം തുടങ്ങി. എടാ, രാവിലെ നീ ഇവിടുന്ന് വിളിച്ചോടേ, ഹരി എന്തേ? ഹരി ഇങ്ങോട്ട് വന്നില്ലേ? വന്നില്ല. ആ, എനിക്കറിയില്ല. അറിയില്ലെന്നോ? സ്വന്തം കൂടപ്പിറപ്പിനെ അവിടെ ചെന്ന് ഒറ്റി കൊടുത്തിട്ട് നിനക്കിപ്പോൾ അറിയില്ലെന്നോ? എന്ത്? അപ്പോൾ ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് അറിഞ്ഞൂല്ലേ? അറിഞ്ഞു. പിന്നെ നീ എന്ത് പരിപാടിയാണ് അവിടെ പോയി കാണിച്ചത്? അവനങ്ങനെ തെമ്മാടിത്തരം കാണിച്ചു, അവൻ രഹസ്യമാക്കി വെച്ചെന്ന കാര്യം നീ അവിടെ പോയി പരസ്യമാക്കിയല്ലേ? നാണം ഉണ്ടല്ലോ നിനക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ ഇങ്ങനെയൊക്കെ ഒറ്റി കൊടുക്കാൻ? അമ്മേ, നിങ്ങളുടെ മകൻ അവിടെ ചെന്ന് കാണിച്ചത് എന്താണെന്നറിയാം? വളരെ ചെറ്റത്തരമാണ് ആ വീട്ടിൽ ചെന്ന് കാണിച്ചത്. അതിന് കുഴപ്പമില്ലല്ലേ? അവനങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലേ അതാരും അറിഞ്ഞില്ലായിരുന്നല്ലോ, നീയായിട്ടല്ലേ ഇപ്പോൾ പോയി പറഞ്ഞത്? അത് ശരി, അപ്പോൾ എല്ലാവരോടും പറഞ്ഞതാണ് അമ്മയ്ക്ക് കുറ്റമായിപ്പോയത്, മോൻ ചെയ്തതല്ല അല്ലേ? ഞാനൊരു കാര്യം പറയാമേ, ഇങ്ങനെയാണെങ്കിലേ മോനെ നേരെ ചൊവ്വേ വളർത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ അവിടെ നാണക്കേടാവും, നിങ്ങൾ തന്നെ നാണം കെടേണ്ടി വരും. എടാ, നീ ഒന്ന് നിർത്ത. പിന്നെ നീ അവൾക്ക് വേണ്ടി ഇങ്ങനെ കൂടുതലങ്ങ് സപ്പോർട്ട് ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴാണ് കമലയ്ക്ക് ദേഷ്യം വരാണ്. നീ എന്തിനാടാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? അല്ലെങ്കിൽ അവൾ നിൻ്റെ ആരാണ്? പറയാൻ വന്നിരിക്കുന്നു. അവളെ തേപിടിച്ച് അവൾ ഇവിടെയല്ല, എവിടെ പോയാലും ശരി തന്നെ, അവൾ നന്നാവാൻ പോടില്ല. അവൾ ഇങ്ങനെ പിഴച്ചവളായിട്ട് പൊന്നെ മാറിപ്പോവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാകല് പോലെ പറയാം കമല. ഇത് കേൾക്കുമ്പോൾ മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അടുത്ത് വന്നിട്ട് അമ്മയോട് പറയാം, ഇങ്ങനെയുള്ള ദുഷിച്ച മനസ്സും വെച്ചുകൊണ്ട് നടക്കുന്നത്, എന്നിട്ട് പുറമേ ഒരുങ്ങി കെട്ടി കുറച്ച് പൊട്ടും പൗഡറും ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് അങ്ങ് നടന്നാൽ മാത്രം പോരാ. ഇതിലും ഭേദം അവളാണ്, ലീന. അവളുടെ മഹത്തായ സ്വഭാവവും നല്ല സ്വഭാവവും നല്ല രീതിയും അത് കണ്ടു പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ അത് ശരി, അപ്പോൾ അവളെക്കുറിച്ച് നീ അങ്ങ് പൊക്കി പറയാം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അവളെ അങ്ങ് കെട്ടിക്കൂടാ, അതാ നല്ലത്. അതെന്തായാലും ഞാനിപ്പോൾ ആലോചിച്ചിട്ടാ, ചിലപ്പോൾ ആലോചിച്ചൊന്നും ഇരിക്കും എന്നും കൂടി ഇങ്ങനെ പറയുമ്പോൾ കോമലയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ഫോണിൽ വിളിക്കേണ്ട കാര്യമാണ്, ഹരിയുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ്. അങ്ങനെ എന്നിട്ട് പറയാം, എടാ നീ എങ്ങോട്ടാണ് കയറി പോണത്? നീ അവനെ പോയി അന്വേഷിക്കും. പിന്നെ അന്വേഷിക്കാൻ പോകണം. അവൻ എവിടെ പോകാനാ? വല്ല ബാറിനകത്തും പോയിരിക്കണമായിരിക്കും കുടിക്കാനോ? അവനതിന് മദ്യപിക്കുമോ? അതാ ഞാൻ പറഞ്ഞത്, മോനെ ഇപ്പോഴേ പറഞ്ഞ് ശരിയാക്കിയാൽ നിങ്ങളുടെ നന്നായി, അല്ലെങ്കിൽ നിങ്ങൾ നാണം കെടേണ്ടി വരും എന്നും പറഞ്ഞ് എനിക്ക് അവനെ അന്വേഷിക്കാൻ പോകലല്ല എൻ്റെ പണി, എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് മനു ദേഷ്യം പിടിച്ചങ്ങ് കയറി പോവാട്ടോ. അന്ന് വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് വരുമ്പോൾ ഉമ്മറത്തിരിപ്പുണ്ട് മൂത്ത മോള് ബബിത. അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ വേറൊരു കാർ കിടപ്പുണ്ട് ബാലചന്ദ്രൻ്റെ. എന്നും രാത്രി പറഞ്ഞ ബാലചന്ദ്രൻ്റെ കാർ അന്ന് നേരത്തെ അവിടെ കിടക്കുന്ന കാരണം ചോദിക്കുകയാണ്, എന്താ അച്ഛൻ നേരത്തെ വന്നോടി? അപ്പോൾ ബബിത പറഞ്ഞു, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ, എന്തോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പോരാഞ്ഞിട്ട് മറ്റവളിവിടെ ഉണ്ടെന്ന് പറയാം. ആര്? അലീനയോ? അവൾ ഞാൻ രാവിലെ കെട്ടി പറഞ്ഞു വിട്ടതാണല്ലോ. ഞങ്ങളും കോളേജിൽ പോകുന്നതിനകത്ത് ഇവിടെ പോകാൻ വേണ്ടി റെഡിയായിരുന്നതാണല്ലോ. അപ്പോഴാണല്ലോ മറ്റേ സംഭവമൊക്കെ. പിന്നീട് ഞങ്ങളെന്താണെന്ന് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ വരുമ്പോൾ അവളിവിടെ ഉണ്ട്. അവളിതേ അവിടെ തുണിയൊക്കെ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുക. അത് ശരി, അപ്പോൾ ഇവിടെ വേറെ എന്തോ നടന്നിട്ടുണ്ടല്ലോ. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് വൈജാഗത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ തുണികളെല്ലാം ഇസ്തിരി ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവിടെ അലീനെ കാണാം. ചെറഞ്ഞൊരു നോട്ടിങ്ങനെ നോക്കിയിട്ട് ബാലചന്ദ്രനോട് ചോദിക്കാൻ വേണ്ടി ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോവാട്ടോ. ഇതാണ് എപ്പിസോഡ്. പുതിയൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്